അവര് വന്ന് എഴുതിക്കൊണ്ട് പോകാൻ അളക്കത്തൊന്നും ഇല്ലെന്ന്. അല്ല വടക്കത്തെ വസ്തുവേ പഞ്ചായത്തിനകത്ത് അവര് റീസർവേക്കാർ ഗവൺമെന്റിന്റെ റീസർവേക്കാർ വന്ന് എല്ലാവരും നോക്കിപ്പോകാൻ അല്ലാതെ അളക്കുകയും പിടിക്കുകയൊന്നും ചെയ്യരുതെന്ന് പറയുന്നത്. അവിടെ കൊടുക്കേണ്ട എന്തുവാ കൊടുക്കേണ്ട കാര്യം എന്തുവാ? കടക്കുണ്ട് പ്രമാണം എങ്ങനെയല്ലേ പ്രമാണം എങ്ങനെയാണ് നിങ്ങളുടെ പ്രമാണം എന്തെങ്കിലും ആ അപ്പോഴാണ് എല്ലാം അവിടെ പറഞ്ഞ എന്താ അളക്കത്തൊന്നുമില്ല അവരെല്ലാം നോക്കി കണ്ട് അവരുടെ ടെക്നിക് പ്ലാനൊക്കെ വെച്ചിട്ടെല്ലാം നോക്കിക്കണ്ട് പോയിട്ടുള്ളൂ. അതെന്തിനാണ് അവിടെ ആൾക്കാരൊക്കെ ഇല്ലയോ? അവിടുത്തെ മെമ്പറുണ്ടോ ഞങ്ങൾക്ക് മെമ്പർ വരെയാണ്. പിന്നെ IFP പറഞ്ഞോ അവർക്കൊന്നും പണ്ടേ നോക്കൂലൊക്കെ ആഗ്രഹമേ. എന്റെ വർഷമൊന്നും കണ്ടവർക്ക് കൊടുക്കാമല്ലോ. എന്റെ വർഷമൊന്നും കണ്ടവർക്ക് കൊടുക്കാനില്ല. ഞാൻ പിന്നെ വസ്തു വാങ്ങിക്കാൻ എന്റെ വസ്തുവൊന്നും കണ്ടവർക്ക് കൊടുക്കാറില്ല. ഞാൻ ഒരേക്ക് തന്നല്ല എന്തുവാ കുറച്ച് വർഷം കഴിഞ്ഞ് ഞാൻ ഒരേക്ക് എനിക്ക് അച്ഛൻ തന്ന വസ്തു എന്റെ അച്ഛന്റെ ഓർമ്മയുള്ള സ്ഥലമാണ്. അതൊക്കെ കിടക്കട്ടെ എന്താ കിടക്കുന്നത്? അവരൊക്കെ ഓരോ എനിക്ക് 12 ഹൗസ് കൊടുത്തത് ഓരോ കണ്ടവർക്കാർക്ക് കൊടുത്തില്ലേ? ഓരോ വസ്തുവല്ല എന്റേതാ. അല്ലാതെ ഓരോ വസ്തുവിനൊന്നും ആരും അവർക്ക് എല്ലാവർക്കും വായിക്കാനും അത് വായിക്കാൻ പറയുന്നത്. എന്റെ വസ്തുവിനെ കൊടുക്കാൻ ഒന്നും ഉള്ളതല്ല. പിന്നെ പിന്നെ അത്ര വലിയ നിർബന്ധമാണെങ്കിൽ സ്റ്റേറ്റിന് ഒരു വസ്തു കൊടുക്കത്തില്ല. എന്റെ ഒരു വസ്തു കൊടുക്കാനുള്ളതുമല്ല. അത്ര നിർബന്ധമാണെങ്കിൽ ചുമ്മാ ഒന്നും ആർക്കും കൊടുക്കത്തില്ല.
എന്റെ ഞാനും സ്വർണ്ണം നടക്കണമെന്ന് നഷ്ടപ്പെട്ട് ഞാനും വസ്തു വാങ്ങിച്ചിട്ടുണ്ട്. അതുപോലെ അത് മാത്രമല്ല അതുപോലെ എന്റെ സ്വർണം മാത്രമല്ല, എന്റെ സ്വർണം പണയം വെച്ച് മണ്ണിട്ട് നികത്തുന്ന എന്റെ സ്വർണം വർഷങ്ങളോളം പണയം വെച്ച് മണ്ണിട്ട് നികത്തുക. അതുപോലെ എന്റെ കാലത്ത് മണ്ണിട്ട് നികത്തുന്ന